അപ്പോൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് കോസ്പ്ലേ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് തന്നിരിക്കുന്നത് സ്വിഗ്ഗി വ്ലോഗായിട്ടാണ്. ഇപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, മീഡിയ മോഡ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്തുകൊണ്ട് ഗോപ്രോ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വണ്ടി റിസർവ് ആയിട്ടുണ്ട്. പോകുന്ന വഴി നമുക്ക് 100 രൂപയ്ക്ക് അടിക്കാം. പോകുന്നു 100 രൂപയ്ക്ക് ഇന്നലെ അടിച്ച പോലെ തന്നെ അടിക്കുന്നു. ആൻഡ് യെസ്, ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്, ഇന്ന് ഉച്ചയ്ക്കാണ് ഇറങ്ങുന്നത്. സോ ഇന്ന് നൈറ്റും കൂടി കിട്ടണം, ഗോപ്രോ ചതിക്കില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്നലെ അടിച്ചെടുത്ത് തന്നെ അടിക്കുന്നത് 100 രൂപയ്ക്ക് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അടിക്കുകയാണ്. 100. അത് കഴിഞ്ഞിട്ടുണ്ട്. നേരെ നമുക്ക് നമ്മുടെ സോണിലേക്ക് പോവാം. നേരെ ഓൺ ഡ്യൂട്ടി എടുക്കാം. 2:30 ആവാനായിട്ടുണ്ട്. ലേറ്റാണ്, നല്ല രീതിയിൽ ലേറ്റാണ് ഇന്ന്. ഇവിടെ കേക്ക് ബൈ ജസ്റ്റ് ബേക്ക് എന്ന ഹോട്ടലിൽ നിന്നാണ്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററാണ്. ജസ്റ്റ് ബേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതാണെന്നാണ് എൻ്റെ ഓർമ്മ. പണ്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ ജസ്റ്റ് ബേക്ക്. അത് വന്ന് ഞാൻ അങ്ങനെ ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടൊന്നും ആൾക്കാരെ കാണുന്നില്ല. ഒന്നാമത് ടൗണിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ ഹോട്ടൽ വന്നിട്ടുണ്ട്. അയ്യോ എന്തോന്നടാ അത്, ചാടി വിളി പായസം റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ. 5 സ്പൈസ് ഫ്രൈഡ് ചിക്കൻ ഷവർമ ആൻഡ് 5 എണ്ണമല്ല, ഒരെണ്ണം. 2:40 ആവുള്ളൂ. സോ 10 മിനിറ്റ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം ലോങ് ആണ് കേട്ടോ, എനിക്ക് പോകുന്ന ദൂരേ ഉള്ളൂ. നോട്ടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. എത്ര പെട്ടെന്നല്ല നമ്മുടെ ഹൈവേയുടെ പണി ചെയ്യുന്നത്. സോ കോഴിക്കോട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡായിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് ഇവിടെ സ്ലോ ആയിരുന്നു, ബട്ട് ഇപ്പോൾ വീണ്ടും നോർമലായിട്ടുണ്ട് സ്പീഡ്. ബട്ട് ഇതിനെ കൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പല കട്ട് റോഡ്സും കട്ട് ഓഫ് ആവുന്നുണ്ട് ഇതിലൂടെ. അത് ഓക്കെ, അങ്ങനെ 86 രൂപയായിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡറിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിരിക്കുകയാണ് ഫൈനലി. അതിന് നമുക്ക് അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ടോപ്പ് ഫോം എന്നാണ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ ടോപ്പ് ഫോം പോയിട്ട് ഓർഡർ എടുക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വരുമ്പം നല്ലൊരു ഫുഡ് കഴിക്കണമെങ്കിൽ കോഴിക്കോടൻ ഫീൽ ഡിഫറെൻറ്റ് ഫുഡാണ്. ടോപ്പ് ഫോമിൻ്റെ ബിരിയാണി ടേസ്റ്റ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. ഒരു ഹാഫ് ബിരിയാണി ഓർഡറാണ്. 5.4 കിലോമീറ്റേഴ്സ് ഉണ്ട് മൊത്തം. സോ ഇവിടെ ലെഫ്റ്റിൽ കാണുന്ന ഈ ഒരു വലിയൊരു ബിൽഡിംഗ്, ഇവിടെയാണ് നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ. സോ അങ്ങനെ ആ ഓർഡർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മളത് കൊടുത്തു. സിമ്പിളായിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഓർഡർ ഇതും 20 രൂപേൻ്റെ ഓർഡറാണ്, വലിയ ഒന്നുമില്ല. നമുക്ക് കാപ്പിക്കുട്ടത് ഇവിടെ റൈറ്റിലുണ്ട്. സോ അവിടെയാണ് ഇതിനാണോ സാധ്യം. ഒരു പരിപ്പ് വട, ഒരു വട, ഇഡ്ഡലി കോംബോ 3 ഇഡ്ഡലി പ്ലസ് 1 വട. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ലേ കേസ് ആ ഷോപ്പ്. എൻ്റെ പൊന്നളി ഭയങ്കര കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഇടയിൽ. ഐ തിങ്ക് വൈഫ് ആൻഡ് ഹസ്ബൻഡാണ് തോന്നുന്നു, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. സോ ഞാൻ റെക്കോർഡ് ചെയ്യാണ്ട് ഇന്ന് തന്നെയാണ്. അപ്പോൾ 3.4 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഇവിടെ നല്ലൊരു തണുപ്പട്ടെ, ഇവിടെ എടുത്ത് പാടും അത്യാവശ്യം നല്ല മരമൊക്കെ ഉള്ളതുകൊണ്ട്. ഗോ, ഇതാണ് ഹൈലൈറ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സ്. യെസ്, എന്താ റോയൽ ക്രസ്റ്റ് അങ്ങനെ. ഓക്കെ, അപ്പം ആ ഓർഡർ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. സോ സിമ്പിളായിരുന്നു. നമ്മള് സ്വിഗ്ഗിക്കാർ പോകുന്ന വഴിയാണിത്. സ്വിഗ്ഗി മാത്രമേ ഇല്ല, എല്ലാം ഇവിടെ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും. 080 ഓക്കെ പോവാം. സോ 4.4 കിലോമീറ്റേഴ്സാണ് മൊത്തം ഉള്ളത്. സോ അറൗണ്ട് 26-28 റുപ്പീസ് ഉണ്ടാവുമെന്ന് കരുതുന്നു. ലെറ്റ്സ് കവർ അപ്പ്. എന്തായാലും റെയിൻ കോട്ട് ഇല്ലാണ്ട് നടക്കൂലൊന്നും. നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിരിക്കുകയാണ്. വേറെ ഏതൊക്കെ വില്ലേൻ്റെ ഉള്ളിൽ കൂടെ വഴി കാണിക്കുന്നു. എന്തൊരു കഷ്ടമല്ലേ. എനിക്കാണ് ഇവിടെ വഴുക്കുള്ള പോലത്തെ ഒരു ഫീല്. നമുക്കിവിടെ സൈഡാക്കാം. ലെറ്റ്സ് ടേക്ക് ദ ഓർഡർ. സോ അങ്ങനെ നമ്മൾ ഓർഡർ എടുത്ത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക് മൈക്കിൻ്റെ ജാക്ക്
അറിയാണ്ട് ഇളകിപ്പോയി. അപ്പോൾ കംപ്ലീറ്റ് ഓഡിയോ മൊത്തം പോയി. സോ നമുക്ക് ഓഡിയോ റിട്രീവ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും നമ്മുടെ നേരെ ഇൻസ്റ്റാമാർട്ടിൽ നിന്നായിരുന്നു ഓർഡർ. അത്യാവശ്യം നല്ലൊരു മഴയുണ്ട്, പക്ഷേ ഒരു സ്ട്രോങ് മഴയല്ല, എന്നാലോ ഭയങ്കര വെറുപ്പിക്കുന്നൊരു മഴ. ഓരോ ഏരിയയിൽ ഓരോ തരത്തിലാണ് മഴ. പക്ഷെ എന്തായാലും നമുക്ക് ഇൻസെൻറ്റീവ്സ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇൻസെൻറ്റീവ്സ് സർജ് ഉണ്ടായിരുന്നു. നമ്മൾ സർജ് ഉള്ളത് കൊണ്ട് തന്നെ വേഗം ഓർഡർ കൊടുത്തു. പുള്ളിക്കാരി ഉണ്ടായിരുന്നു, അവിടെ ഹോസ്റ്റലിലായിരുന്നു, നല്ലൊരു കുന്നിൻ്റെ മുകളിലായിരുന്നു. പുള്ളിക്കാരി ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. താങ്ക്സ് ടു പുള്ളിക്കാരി മഴയെല്ലാം കൊണ്ടിട്ടായിരുന്നു അതെടുത്ത്. എൻ്റെ ഫ്രണ്ടിൻ്റെ തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം തന്നെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിച്ചു. ഒരു എക്സൽ ഓർഡർ ആയിരുന്നു, നമ്മുടെ KFC നിന്നാണ് ഓർഡർ. അപ്പോൾ അവിടുത്തെ ഒരു വലിയ പ്രത്യേകത പറഞ്ഞുതരാം. ഇത് നമ്മുടെ RP മോളിലാണ്. അവിടെ നമുക്ക് സ്വിഗ്ഗിക്കാർക്കും അതേപോലെ തന്നെ സൊമാറ്റോക്കാർക്കൊക്കെ പ്രത്യേക ഒരു പാർക്കിംഗ് സ്ഥലം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. ഞാൻ എല്ലാവരും കൊണ്ട് വരുത്താൻ വേണ്ടി പറയല്ല, പക്ഷേ അത് നിങ്ങൾക്കും സുഖമായിരിക്കും, ഞങ്ങൾക്കും സുഖമായിരിക്കും. ആ നേരം തന്നെ നമ്മൾ പെട്രോളും തീർന്നുകൊണ്ട് 100 രൂപയ്ക്ക് പെട്രോളും അടിച്ചു. നേരെ പെട്രോൾ അടിച്ച് നമ്മൾ നേരെ ഡെലിവറി കൊടുത്തു. ഈ എക്സൽ ഓർഡർ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം നല്ല മഴ കാരണം. റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തെന്ന് കരുതിയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സംഭവ സത്യത്തിൽ റെക്കോർഡായില്ല. എനിവേ ഡൈനോട്ടിൽ നിന്ന് അടുത്ത ഓർഡർ അടിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മുടെ GoPro ഒന്ന് ഡെഡായി. സോ അതിന് ശേഷമുള്ള ഓർഡർ ആയിരിക്കും നിങ്ങൾ കാണുന്നത് കേട്ടോ. ഒരു ഓർഡർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. ഐ ഹോപ്പ് നമുക്കൊരു 4 to 5 ഓർഡേഴ്സും കൂടിയേ കിട്ടത്തുള്ളൂ. സോ അതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക, റിട്ടേൺ അടിക്കുക, അത്രേ ഉള്ളൂ. സോ അടുത്ത ഓർഡർ വന്നിരിക്കുന്നത് ന്യൂ ബലബാർ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. 56 രൂപേൻ്റെ ഓർഡറാണ്. നമ്മൾ നേരെ അങ്ങോട്ട് ചെല്ലാം. എൻ്റെ ഫേവറേറ്റ് ആണ് എന്ന് ഞാൻ പറയില്ല, ഞാനിതൊരു കഴിച്ചില്ല കേട്ടോ അവിടുന്ന് ഫുഡ്. സോ യു ഗൈസ് ഷുഡ് ട്രൈ ഇറ്റ് ഇഫ് യു ഡിഡ്ന്റ്. നല്ല ഫുഡാണെന്ന് കേട്ടിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഇപ്പം നമുക്ക് തിന്നാൻ പറ്റില്ല. അപ്പം നമുക്ക് ഓർഡർ എടുക്കാം. 8237 8237. ഓക്കെ, അത് അവിടെ വെക്കാം. എത്ര കിലോമീറ്റർ? 2 കിലോമീറ്റർ. സ്വിഗ്ഗി കാലിക്കറ്റ് ഈസ് പ്രോഫിറ്റബിൾ. കുറച്ച് ഉള്ളിലേക്കാണ്. ആൻഡ് നമ്മൾ ഓർഡർ ഇവിടെയാണ് കൊടുക്കേണ്ടത്. സോ ഇൻഡിക്കേറ്റർ ബഗ് എന്നൊക്കെ, അയ്യോ പ്രശ്നമുണ്ട്, ഇടയ്ക്ക് ഓണാകുന്നില്ല. നമുക്ക് ഓഫ് എടുക്കാം, വേറെ വഴിയില്ല നമുക്കിപ്പം. സ്റ്റേ ഡ്യൂട്ടി ഇരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഫോണിൽ ചാർജ് ചെയ്യുന്നില്ല. ഒന്നാമത് നല്ല രീതിയിൽ മഴ ചെയ്തുകൊണ്ടേ നമ്മൾ എത്ര കവർ ചെയ്തു, എത്ര പ്രൊട്ടക്റ്റ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ക്യാമറയ്ക്കും ഫോണിനൊക്കെ ഒരു പരിധിയുണ്ട് താങ്ങുന്നതിന്. സോ അതിൽ വെള്ളം കയറി. എനിവേ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. സോ പ്ലീസ് ഡു കൺസിഡർ ലൈക്കിങ് ആൻഡ് സബ്സ്ക്രൈബിങ്. കാരണം ഞാൻ 6 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ എങ്ങനെയെങ്കിലും ഞാൻ 2 മണിക്കൂർ ഈ ഒരു ക്യാമറ ഞാൻ ചാർജ് ചെയ്യാനുള്ള സംഗതി ഞാൻ കണ്ടെത്തണം. ഓക്കെ, ബാഗ് കൊടുക്കാനുണ്ട്. ഓഫ് കോഴ്സ് സ്വിഗ്ഗി ബാഗ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പെനാൽറ്റി അടിക്കും. സോ അതങ്ങ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കാണ്. വേറെ പരിപാടിയൊന്നുമില്ല. ക്യാമറ മൊത്തം വെള്ളമാണെന്ന് അറിയാം ഗൈസ്, ഐ എം റിയലി സോറി. മഴക്കാലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. GoProനെ എത്ര കുളിപ്പിച്ച് കിട്ടിയില്ലാണ്ടാക്കിയാലും അതുപോലെ തന്നെ ഇരിക്കും. ഓക്കെ,